ഹായ് ഫ്രണ്ട്സ്, ഇതേ കണ്ടോ, ഇത് എല്ലാവർക്കും അറിയാം, സപ്പോട്ട എന്നാണ് ഈ ഫ്രൂട്ടിൻ്റെ പേര്. പണ്ട് തൊട്ടേ നമ്മുടെ നാട്ടിലെല്ലാം ഉണ്ടായിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഇത് വെട്ടി കളയാറുണ്ടായിരുന്നു. കാരണം ഇത് പഴുത്ത് കഴിയുമ്പോഴത്തേനുള്ള ടേസ്റ്റ് പലർക്കും ഇഷ്ടമില്ല. എന്നാൽ ഇപ്പോൾ ഇത് പിന്നെയും തിരിച്ചു വന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ വളരെയധികം വൈറ്റമിൻസ് ഉണ്ട് ഇതിനകത്ത്. അപ്പം ദേ ഇത് കണ്ടോ, ഞാനിപ്പോൾ ചേച്ചിയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു പണ്ട് തൊട്ടേ ഉള്ളൊരു സപ്പോട്ടയാണ്. ഇതൊരുപാട് അങ്ങ് വളർന്നു പോയ സമയത്തായിട്ട് അതുകൊണ്ട് ഇത് മുറിച്ചു വിട്ട് കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് വന്നിട്ടുള്ള ബ്രാഞ്ചുകളെല്ലാം കണ്ടോ, അതിനകത്താണ് ഈ കായകളെല്ലാം വന്നിരിക്കുന്നത്. അപ്പം പ്രൂൺ ചെയ്ത് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒതുങ്ങിയ സ്ഥലത്ത് ഇതിനെ നിർത്താനും പറ്റും. അതുപോലെ തന്നെ പ്രൂൺ ചെയ്ത് കൊടുത്താലുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നിറച്ച് കായ്ഫലം ലഭിക്കുകയും ചെയ്യും. അപ്പം നമ്മളിപ്പോൾ മാളിലൊക്കെ ചെല്ലുകയാണെങ്കിൽ അവിടെ ഇങ്ങനെ ഒരു ബോക്സിലിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും 4 5 എണ്ണമൊക്കെ ഇരിക്കുന്നതിന് തന്നെ നമ്മൾ റേറ്റ് നോക്കിയാൽ അറിയാൻ പറ്റും. 200 250 രൂപയാണ് റേറ്റ്. അപ്പം നമ്മളിപ്പോൾ ഫ്രൂട്ട് പ്ലാന്റ്സ് എല്ലാം കളക്ട് ചെയ്യുന്ന ഒരു ട്രെൻഡ് നമ്മുടെ കേരളീയർക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന പോഷകങ്ങളുടെ കലവറയായിട്ടുള്ള ഈ ഫ്രൂട്ട് പ്ലാന്റ് ആരും മറക്കണ്ട. ഇത് പലതരത്തിലുള്ള ഇനങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ നമ്മളുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാണ്. മെയ് ജൂൺ മാസങ്ങളിലൊക്കെയാണ് ഇത് നട്ടു വളർത്തേണ്ടത്. ഗ്രാഫ്റ്റ് ചെയ്തതോ ലെയർ ചെയ്തതോ ആയിട്ടുള്ളതൊക്കെ നിങ്ങൾ വാങ്ങിച്ച് നടുവാണെങ്കിൽ പെട്ടെന്ന് ഫ്രൂട്ട്സിന് ലഭിക്കും. കുഞ്ഞു കായ ആയിരിക്കുമ്പോൾ തൊട്ട്, അതുകൊണ്ട് ഈ ഒരു കായ ആയിരിക്കുമ്പോൾ തൊട്ട് വിളവെടുക്കാൻ പരുവമാകും വരെ നമുക്ക് ഏകദേശം ഈ ഒരു കളറിൽ തന്നെ ഇത് ഇരിക്കുന്നത്. അപ്പോൾ വിളവെടുക്കാറായോ എന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. കാരണം ഇതിൽ നിന്ന് പഴുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കിളികളൊക്കെ കൊത്തിക്കൊണ്ട് പോകും. അപ്പോൾ നമ്മളിതിനെ പറിച്ചു വെച്ച് പഴുപ്പിക്കുമ്പോഴാണ് കൂടുതലും ഇതിൻ്റെ ടേസ്റ്റ് വരുന്നതും അതുപോലെ തന്നെ നമുക്കെല്ലാം നഷ്ടപ്പെടാതെ കിട്ടുന്നതും. അപ്പോൾ ഏത് സമയത്താണ് പറിച്ചു വെച്ച് പഴുപ്പിക്കേണ്ടത് എന്നൊരു കുഞ്ഞു ടിപ്പ് പറയാം. ഇത് വിളയാറാവുമ്പോഴത്തേന് ഇതുപോലെ ചെറിയ കളർ വ്യത്യാസം വന്നതുകൊണ്ട് ഇങ്ങനെ ഒന്ന് തെളിയും. ഇത് ആദ്യം ഇപ്പോൾ ഡാർക്കായിട്ട് നിൽക്കുകയല്ലേ, ഇങ്ങനെ ഒന്ന് തെളിയും. ഇത് കറക്റ്റായിട്ട് നമുക്ക് വിളഞ്ഞു എന്ന് മനസ്സിലാക്കാനായിട്ട് ഈ പച്ച ഞാൻ നക്കം ഇട്ടതുകൊണ്ട് ഇങ്ങനെ തൊലി ഒന്ന് കളയണേ. ഇതിന് പച്ച കളറാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതേസമയം നമ്മളിപ്പോൾ വിളവെടുത്തുന്ന ഈ വിളഞ്ഞ ഐറ്റത്തിന് ഇതേ കണ്ടോ, ഈ കളറാണ് ഫീൽ ചെയ്യുന്നത്. കണ്ടോ കളർ വ്യത്യാസം കണ്ടോ. ഇതുപോലെ തെളിഞ്ഞ് വരുമ്പോഴാണ് നമ്മൾ വിളവ് എടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ പറിച്ചു വെച്ച് പഴുപ്പിച്ച് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇനങ്ങൾ ക്രിക്കറ്റ് ബോൾ, ബദാമി, കാലിപ്പത്തി, സിംഗപ്പൂർ, CO1, ബാരമാസി, അങ്ങനെ പല വെറൈറ്റി നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇതെല്ലാം തന്നെ നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ളതാണ്. ഇതിന് ഉണക്ക സമയമാകുമ്പോൾ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതുപോലെ എപ്പോഴും വളമൊന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമേ ഇല്ല. 3 4 മാസം കൂടുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഏത് തരം ജൈവവളമാണെങ്കിലും ഇട്ട് കൊടുത്തേച്ചാൽ മതി. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് ഒരു സപ്പോട്ട ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഫ്രൂട്ട്സുകൾ കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുക. ഇതുപോലെ ഒരു പ്ലാന്റ് നമ്മളുടെ വീട്ടിലും വളർത്താനായിട്ട് ശ്രദ്ധിക്കുക.